കുടുങ്ങിയിരിക്കുന്ന ഒരു സർറിയൽ ബോക്സിൽ നിന്നും എങ്ങനെയെങ്കിലും സ്വന്തം ലോകത്തെത്താൻ പാടുപെടുന്ന ജെയ്സണും ഒപ്പം അമാൻഡയും. ഇവരെ അന്വേഷിച്ചുകൊണ്ട് ഉയർപ്പോയിക്കൊണ്ടിരിക്കുന്ന ലൈറ്റൺ. മറുവശത്ത് എല്ലാറ്റിനും കാരണക്കാരനായ ജെയ് വീണ്ടും ഒരു ബോക്സ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിൽ. ബോക്സിനെ നിയന്ത്രിക്കാനുള്ള വഴി മനസ്സിലാക്കിയിരിക്കുകയാണ് ജെയ്സണും അമാൻഡയും. സ്വന്തം മനസ്സ്, അതാണ് ഏക കൺട്രോൾ. മഞ്ഞിൽ നിന്നും രക്ഷപ്പെട്ട് ബോക്സിലെത്തിപ്പെട്ട് ഇരുവരും ലാവൻഡർ ഫെയറി എടുത്ത് ഇടനാഴിയിലൂടെ നടക്കുകയാണ്. ഉൾഭയത്താൽ അറച്ചറച്ചുകൊണ്ട് മനസ്സിനെ ശാന്തമാക്കി ജെയ്സൺ ഒരു കതക് തുറക്കാൻ നേരം മനസ്സിലുള്ളത് പറഞ്ഞുകൊണ്ട് തുറക്കാൻ പറയുന്നു അമാൻഡ. അതാവുമ്പോൾ ഇടയിലൂടെ വേറെ ചിന്തയൊന്നും വരില്ലല്ലോ. അങ്ങനെ ജെയ്സൺ ഉച്ചരിക്കുകയാണ്, എനിക്ക് സന്തോഷമുണ്ട്, സുരക്ഷിതനാണ്, എനിക്ക് വീട്ടിൽ പോകണം. അങ്ങനെ പറഞ്ഞങ്ങോട്ട് തുറക്കുമ്പോഴാകട്ടെ പ്രളയത്തിൽ മുങ്ങിയൊരു ലോകം. വെള്ളം ബോക്സിലേക്ക് ഇരച്ചു കയറുകയാണ്. ക്ഷണനേരം കൊണ്ട് കവിയാറായ ബോക്സിനുള്ളിൽ നിന്ന് രക്ഷപ്പെട്ട ബോക്സ് അടയ്ക്കുന്നതും ഉള്ളിലെ ജലാംശമെല്ലാം പെട്ടെന്ന് തന്നെ വറ്റിപ്പോകുന്നു. ബോക്സിനുള്ളിൽ കയറിയ വെള്ളമെല്ലാം അതടച്ചപ്പോൾ പെട്ടെന്ന് വറ്റിയതെങ്ങനെയെന്ന് ഒരു പിടിയുമില്ല. അവിടെ ഇരുന്ന് അണച്ചുകൊണ്ട് കതക് തുറക്കുന്ന സമയത്ത് നിന്റെ മനസ്സിലെ വികാരം എന്തായിരുന്നു എന്ന് ചോദിക്കുന്ന അമാൻഡയോട് തനിക്ക് ആ സമയം വളരെ ഓവർവെൽമഡായിട്ട് ഫീൽ ചെയ്തെന്ന് പറയുന്നു. വികാര വിചാരത്തിൻ്റെ ആഴത്തിൽ മുങ്ങിപ്പോയ ആ പ്രഷറാണിതെന്ന് മനസ്സിലാക്കി ജെയ്സൺ ഉടൻ തന്നെ അടുത്ത കതക് തുറക്കാമെന്നും 2 ഷോട്ട്സ് എടുത്തത് മാക്സിമം വിനിയോഗിക്കണമെന്നും പറഞ്ഞു നിൽക്കുന്നെങ്കിലും അമാൻഡ തടുത്തുകൊണ്ട് ആദ്യം നിലവിലെ മനസ്സിൻ്റെ സംഘർഷാവസ്ഥയെ മാറ്റിയെടുക്കണമെന്നും ഈ ബോക്സിന് അങ്ങനെയൊന്നും പറ്റിക്കാൻ സാധിക്കില്ലെന്നും പറഞ്ഞ് ഇരുവരും കോറിഡോറിൽ തുണിയെല്ലാം പിഴിഞ്ഞുണക്കി പരസ്പരം കുടുംബത്തെക്കുറിച്ചും തൻ്റെ അമ്മയുടെ രോഗം മൂലമുള്ള മരണത്തെക്കുറിച്ചുമെല്ലാം പങ്കുവച്ച ശേഷം ജെയ് അല്ലാതെ ബോക്സിലൂടെ കടന്ന് കാണാതെ പോയിട്ടുള്ളത് വേറെ ആരെല്ലാമാണെന്ന് തിരക്കുന്നു. ബ്ലെയർ കപ്ലാൻ. അവർ ബോക്സ് നിർമ്മാണത്തിൻ്റെ ലീഡ് എഞ്ചിനീയർ ആയിരുന്നു. ബോക്സ് ഓൺലൈനിലായതും അവർ സന്നദ്ധ സേവകയായി. പിന്നെ ജെയ്. ശേഷം 2 പേരെ കൂടി ഞങ്ങളുടെ അനോണിമസ് കോളുകൾ വഴി കണ്ടെത്തി സഹകാരികളാക്കി. സലാം, അലക്സ്. അവരെല്ലാം അവരവരുടെ സ്വപ്നതുല്യമായ ലോകത്തെത്തിയിരിക്കാമെന്നും അതാവാം തിരിച്ചെത്താത്തതെന്ന് ജെയിംസ് തൻ്റെ തോന്നൽ പ്രകടിപ്പിച്ച ശേഷം ഇരുവരും ഒരു ദീർഘമയക്കം കഴിഞ്ഞെണീക്കുമ്പോൾ ഇടനാഴിയിൽ നിന്നും ബോക്സിനുള്ളിലായ നിലയിൽ. ഡ്രഗിൻ്റെ എഫക്റ്റ് കഴിഞ്ഞാൽ തിരികെ ബോക്സിലേക്ക് തന്നെയായിരിക്കുമല്ലോ എത്തുന്നത്. അങ്ങനെ ഇടനാഴിയിൽ നിൽക്കുന്ന അവസ്ഥയായ സൂപ്പർ പൊസിഷനിൽ നിന്നും ബോക്സിലേക്ക് എത്തി ഇരുവരും മനസ്സിനെ ശാന്തമാക്കിയ ഒരു ഉറക്കമായിരുന്നു ലഭിച്ചതെന്ന് ഉറപ്പുവരുത്തി ആ കഥകിൻ്റെ പിന്നിലെ അർത്ഥമെന്നത് മനസ്സിലാക്കാതെ തുറന്നു കിടക്കുന്നത് ഒരു വെലോസിറ്റിയിലേക്കാണ്. കറണ്ടില്ലാത്ത ഉപേക്ഷിക്കപ്പെട്ട രീതിയിലായ ഒരു വെലോസിറ്റി. വിഷന്നു വലയുന്ന ഇരുവരും ചുറ്റും പരതുമ്പോൾ അവിടെയായി കട്ടിലിൽ നിദ്ര പ്രാപിച്ച് മരണപ്പെട്ട പോലെയുള്ള ഒരു മൃതശരീരം കാണുന്നു. പെട്ടെന്നൊരു ഇലക്ട്രിസിറ്റി സ്പാർക്കിന് ശബ്ദം കേട്ട് ഇരുവരും തിരികെ ബോക്സിനടുക്കിലേക്ക് നീങ്ങുന്നതും ഒരാൾ ഷോട്ട് ഗണ്ണുമായി നടന്നെടുക്കുന്നു. ഇത് കണ്ട് ഇരുവരും ഒളിച്ചു നിൽക്കുന്നെങ്കിലും അയാൾ ഗണ്ണ് ചൂണ്ടി മുമ്പിലേക്ക് വരാൻ പറയുമ്പോൾ ഇരു കൂട്ടരും ഞെട്ടുകയാണ്. അത് ബ്ലെയർ കപ്ലാനാണ്, ബോക്സിലൂടെ ആദ്യം കടന്നുപോയ പൈലറ്റ്. അപ്പോൾ നിലവിൽ ജെയ്ക്കടുത്തുള്ള ബ്ലെയർ ആ ലോകത്ത് തന്നെയുള്ള വെർഷനാണെന്ന് ക്ലിയർ ആയിരിക്കുന്നു. ഇനിയൊരു തിരിച്ചുപോക്കുണ്ടാകില്ലെന്ന് പ്രതീക്ഷയായിട്ടിരുന്ന ബ്ലെയർ തന്നെ തേടിയെത്തിയതാണെന്ന കരുതലിൽ പരിചിത മുഖങ്ങളെ കണ്ട് പൊട്ടിക്കരഞ്ഞ് കെട്ടിപ്പിടിച്ച ശേഷം ഇരുവരും വന്നതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം ജെയ് നിൽക്കുന്ന ജെയ്സന്റെ സ്വന്തം ലോകത്തേക്ക് പോകാനുള്ള പ്ലാൻ. അതിനെപ്പറ്റി ബ്ലെയറോട് പറഞ്ഞ് വ്യക്തമാക്കുന്നത് വഴി ഇനി ഡാനിയലോടൊപ്പമുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയായിരുന്നോ ജെയുടെ ബോക്സ് ക്രിയേഷൻ എന്ന സന്ദേഹത്തിൽ അവർ നിൽക്കുമ്പോൾ ജെയ്സൺ അങ്ങനെ ബ്ലെയർ എന്ന വെർഷനെ അറിയാമെന്ന് അമാൻഡ. തൻ്റെ ലോകത്തിൽ ഡാനിയലയുടെ സുഹൃത്തായ ഒരു ലോയറാണ് ബ്ലെയർ. ഇത് കേട്ട് വെലോസിറ്റി ബ്ലെയർ ഒന്ന് സ്തബ്ധയായ ശേഷം, ഞാൻ ലോ കോളേജിൽ അഡ്മിഷന് ശ്രമിച്ചതായിരുന്നു. വെയിറ്റ് ലിസ്റ്റഡ് ആയപ്പോൾ ഒന്നും നോക്കാതെ എഞ്ചിനീയറിംഗിലേക്ക് കടന്നു. ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാവുന്നത് ജെയ്സണ് ഡാനിയലയുടെ പ്രഗ്നൻസി സമയത്തെ 2 ഡിസിഷൻ വഴി സ്പ്ലിറ്റ് ആയപ്പോൾ ബ്ലെയറിൻ്റെ കാര്യത്തിൽ ഇപ്പറഞ്ഞ അഡ്മിഷൻ സമയത്താണ് 2 വെർഷനുകളായി സ്പ്ലിറ്റ് ആയിരിക്കുന്നത്. ഇനി നമുക്ക് അത്യാവശ്യമായി അറിയേണ്ടത് മറ്റാരെക്കുറിച്ചുമല്ല, പ്രിയങ്കരിയായ അമാൻഡയുടെ ഓൾട്ടർനേറ്റ് വെർഷനെക്കുറിച്ചാണ്. അതേപ്പറ്റി പതിയെ അറിയാം. ഇപ്പോൾ ബ്ലെയർ ഇരുവരെയും താൻ കഴിയുന്ന ഒരു സ്റ്റോറേജ് യൂണിറ്റിലേക്ക് കൊണ്ടുപോയി കരുതിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെയും തയ്യാറാക്കിക്കൊണ്ടൊരു CCTV വിഷ്വൽസ് കാണിച്ചുകൊണ്ട് തൻ്റെ കാര്യങ്ങൾ പങ്കുവയ്ക്കുകയാണ്. ബ്ലെയർ 3 മാസം മുമ്പ് മാത്രമാണ് ഈ സ്ഥലത്തെത്തിപ്പെട്ടത്. വന്നപ്പോൾ പവർ ഇല്ലായിരുന്നെങ്കിലും എമർജൻസി ജനറേറ്റർ വർക്കിംഗ് ആയിരുന്നു. അങ്ങനെയാണ് സിസ്റ്റത്തിൽ ലോഗിൻ ചെയ്ത് ആ CCTV ദൃശ്യങ്ങൾ കാണുന്നത്. 1 വർഷം മുമ്പ് നടന്ന ദൃശ്യങ്ങൾ. ഭീമാകാരമായ വെട്ടുകിളികൾ ലോകമൊട്ടാകെ പരകി മനുഷ്യരെയെല്ലാം വകവരുത്തിയതും ബ്ലെയറിൻ്റെ തന്നെ നിലവിലെ ലോകത്തിലെ മറ്റൊരു വെർഷനും കൂട്ടരും ഈ ആക്രമണത്താൽ കൊല്ലപ്പെടുന്നതുമായ ദൃശ്യങ്ങൾ. ഈ ആക്രമണം മൂലമാണിപ്പോൾ നിലവിലെ വെലോസിറ്റി ഉപേക്ഷിച്ച രീതിയിലുള്ളത്. കാരണം അവിടെയുള്ള സകല ആൾക്കാരെയും വെട്ടുകിളി വകവരുത്തി കഴിഞ്ഞിരിക്കുന്നു. സ്യൂട്ടിൻ്റെ ഒറ്റ ബലത്താൽ നിലവിൽ പെരുകിക്കൊണ്ടിരിക്കുന്ന വെട്ടുകിളികളിൽ നിന്നും രക്ഷ നേടുന്നു. ലാവൻഡർ ഫെയറി കൈവശമുണ്ടായിട്ട് കൂടി 3 മാസമായി വേറെ എവിടെയെങ്കിലും കുറച്ച് നല്ല ലോകത്തേക്ക് നീങ്ങാൻ ശ്രമിക്കാത്തത് ഭയം മൂലം. എവിടെ എത്തിപ്പെടുമെന്നുള്ള ഭയപ്പാട്. ജെയ് ലൈറ്റ് മൊത്തി നേരം വെയർഹൗസിലുള്ള ബോക്സിലെത്തപ്പെട്ട് കുറച്ച് ട്രെയിനിങ് നൽകുകയാണ്. എങ്ങനെ ഡ്രഗ് ഉപയോഗിക്കണമെന്നും മനസ്സിൻ്റെ വികാരത്തെ വരെ എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്നും ബോക്സിൻ്റെ സ്ഥിതിയെക്കുറിച്ചുമല്ല. ഇരുവരും ഡോസ് എടുത്ത് സൂപ്പർ പൊസിഷനിലെത്തി മൈൻഡ് കൺട്രോൾഡായി ഒരു കതക് തുറന്ന ശേഷം ജെയ് ലൈറ്റിനോട്, ഇതാ ഇപ്പോൾ മൾട്ടിവേഴ്സ് നിന്റെ വിരൽ തുമ്പിൽ. നീ എന്തിനാണ് ബോക്സിലേക്ക് ഇറങ്ങി തിരിച്ചതെന്ന് അമാൻഡയോട് ബ്ലെയർ.
രക്ഷപ്പെടാനാണെങ്കിൽ കൂടി നിലവിൽ ജെയ്സണൊപ്പം എത്തേണ്ട ലോകത്ത് എത്തിപ്പെട്ടാൽ അയാൾക്കൊരു ജീവിതമുണ്ട്. മാത്രമല്ല അവിടെ മറ്റൊരു അമാൻഡയും. ഒരു ഗതിയുമില്ലാതെ കിടന്നലഞ്ഞ് മാനസികമായി തകർന്ന് എവിടെ എത്തിയ ഒരാളാണ് താനെന്നും മനസ്സാകെ ട്രബിൾഡ് ആണെന്നും പറഞ്ഞ ശേഷം ജെയ്സണും അമാൻഡയും ബോക്സിലേക്ക് കയറി വിളിക്കുന്നെങ്കിലും ബ്ലെയർ വരുന്നില്ലെന്ന തീരുമാനത്തിൽ ഉറച്ചു തന്നെ. തനിക്ക് ബോക്സിനുള്ളിൽ വെച്ച് നടന്ന എല്ലാ സംഭവങ്ങളും എഴുതിയ കുറിപ്പുകൾ അവർക്ക് കൈമാറിയ ശേഷം അവിടെ തന്നെ നിൽക്കുകയാണ്. ഡോർ അടച്ച ഉടനെ അമാൻഡ വ്യസനിക്കുന്നു. ബ്ലെയറിൻ്റെ ജീവിതം തകർന്നിരിക്കുന്നു, മറ്റു രണ്ടുപേരുടെ ജീവിതവും. തിരിച്ചു വരാൻ അറിയുമെങ്കിൽ കൂടെ ജയ് തിരിച്ചു വന്നിവരെ പോകുന്നത് തടുക്കാമായിരുന്നില്ലേ എന്നും ഇത്ര ക്രൂരനാകാൻ എങ്ങനെ കഴിഞ്ഞു എന്ന സങ്കടത്തിൽ നിൽക്കുമ്പോൾ ജെയ്സൺ പറയുന്നത് നല്ലതല്ലെങ്കിൽ കൂടി അതിലൊരു കാര്യമുണ്ടെന്ന് പറഞ്ഞ് ജയ് ഒരു സന്ദർഭത്തിൽ സ്നേഹജീവിതം തഴഞ്ഞുകൊണ്ട് തൻ്റെ പദ്ധതിയിലേക്ക് പോയ ആളാണ്. അതുകൊണ്ട് മനസ്സ് കട്ടിയാവുന്നതിലൊന്നും അത്ഭുതപ്പെടാനില്ലെന്ന് പറഞ്ഞ് അടുത്ത സാഹസത്തിന് മുതിരുമ്പോൾ ജയ് ലേറ്റുമൊത്തെത്തിയിട്ടുള്ളത് ഷിക്കാഗോയിലെ മനോഹരമായൊരു സായാഹ്ന സമയത്ത്. ചുമ്മാ ഒരു പരീക്ഷണത്തിൻ്റെ ഭാഗമായി എത്തിയ ആ സ്ഥലത്ത് നിന്നും തിരികെ ബോക്സിലേക്ക് കയറുമ്പോൾ തൻ്റെ മനസ്സിൽ മറ്റൊരു നല്ല ലോകം തോന്നുന്നുവെന്നും അവിടേക്ക് പോകാമെന്നും ആവശ്യപ്പെടുമ്പോൾ ഇനി ആകെയുള്ളത് 12 ചെറുകുപ്പികളുടെ ഡ്രഗാണ്, 12 ആംബ്യൂൾസ് മാത്രം. ഒരു ട്രെയിനിങ് സെഷനും കൂടി കഴിഞ്ഞ് ശേഷിക്കുന്ന 10 നിനക്കായി നൽകുമെന്ന് പറയുമ്പോൾ ലേറ്റ് വാഗ്ദാനം ചെയ്യുകയാണ്. ഈ 10 കഴിഞ്ഞ് നിർമ്മിച്ചു തരുന്ന ഓരോ ആംബ്യൂളിനും $1 മില്യൺ വീതം. ലേറ്റ് എന്ന അതിസമ്പന്നൻ അടപടലം ജയ്ക്ക് മുന്നിൽ വീണിരിക്കുകയാണ്. മനസ്സിൻ്റെ കോണിൽ ഒരംശം പേടിയുണ്ടെങ്കിൽ കൂടി അത് ബോക്സ് തുറക്കുമ്പോൾ ബാധിച്ചേക്കാമെന്ന ബ്ലെയറുടെ മുന്നറിയിപ്പിൽ അവരുടെ നോട്ട്സ് എല്ലാം വായിച്ച് ആ രീതിയെക്കുറിച്ചുള്ള വ്യക്തത വരുത്തി എത്താൻ ആഗ്രഹിക്കുന്ന ലോകം ആ ബുക്കിൽ എഴുതിയ ശേഷം ആ കതക് തുറക്കുമ്പോൾ പുറമെ കാണുന്നത് ഒരു വെയർഹൗസ്. നല്ല പരിചയമുള്ള സ്ഥലം. മുൻപ് ജയ് ഇവിടെയാണ് പിടിച്ചുകൊണ്ടുവന്നതെന്ന് തിരിച്ചറിവ് വരികയാണ് ജെയ്സണ് ചുറ്റുപാടെല്ലാം വീക്ഷിക്കുന്നത് വഴി. അമാൻ്റെ കൂടി സന്തോഷത്തോടെ വെയർഹൗസിന് പുറത്തേക്കിറങ്ങി വീട്ടിലേക്ക് നടക്കുകയാണ്. എന്നാൽ ചുറ്റുപാടെല്ലാം വളരെ ശാന്തമായി മൂടാവടിച്ചു കിടക്കുന്നു. ആളനക്കം എവിടെയുമില്ല. അമാൻ്റെക്ക് ഈ ലോകം ശരിയായിരിക്കില്ല എന്ന തോന്നൽ പ്രകടമാക്കുന്നെങ്കിലും ജെയ്സണിൽ അതേ അവസ്ഥ തന്നെ ആണെങ്കിൽ കൂടി അത് അംഗീകരിക്കാതെ ഒരു വണ്ടിയെടുത്ത് നേരെ വീട്ടിലേക്ക് എത്തുകയാണ്. അമാൻ്റെ വണ്ടിയിൽ തന്നെ ഇരിക്കുന്നു. ജെയ്സൺ വന്ന് വാതിലിൽ മുട്ടുമ്പോൾ കതക് തുറക്കുന്നതാകട്ടെ ഡാനിയല. എന്നാൽ പേടിച്ചു വിളറിയിരിക്കുന്ന മുഖം, ഒരു കണ്ണാകട്ടെ ചുവന്ന് തുടുത്ത് ചോരക്കണ്ണുപോലെ. കാര്യം തിരക്കുന്ന ജെയ്സണോട് നിങ്ങൾ ഉടനെ മരിച്ചു പോകുമെന്ന് പറഞ്ഞ് അവർ പിടിച്ചുകൊണ്ട് പോയതായിരുന്നില്ലേ എന്ന് ചോദിച്ചകത്ത് കയറ്റുമ്പോൾ ചാർലി എവിടെയെന്നുള്ള ചോദ്യത്തിന് ഡാനിയല അവൻ മുകളിൽ കിടപ്പുണ്ടെന്നും ആരും എടുത്തുകൊണ്ട് പോകാൻ വന്നിട്ടില്ലെന്നും പറയുന്നു. ചാർലി മരിച്ചിരിക്കുന്നു. ഉടൻ അമാൻഡയുടെ വെപ്രാളത്തോടെയുള്ള വിളി കേട്ട് ജെയ്സൺ ഇറങ്ങി നോക്കുമ്പോൾ ഒരു മിലിറ്ററി വണ്ടി വന്നിരുവരെയും തോക്കിന് മുൻപിൽ നിർത്തുമ്പോൾ ജെയ്സൺ അവരോട് തൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ നിർബന്ധിക്കുന്നു. എല്ലാവരും പ്രത്യേകതരം മാസ്ക് ധരിച്ചിട്ടുണ്ട്. അവരുടെ കൂടെ തന്നെ ഒരു ഡോക്ടറുമുണ്ട്. അവർ ഉള്ളിലേക്ക് കയറി പോകുമ്പോൾ നിൽക്കുന്ന അയാൾ ഉടൻ ഇരുവരുടെയും രക്തമെടുത്ത് റാപ്പിഡ് ടെസ്റ്റ് നടത്തുന്നു. എന്നിട്ട് നെഗറ്റീവ് എന്ന റിസൾട്ടും. സംഭവം ഏതോ മഹാമാരി വ്യാപിച്ച ലോകത്താണ് ഇരുവരും എത്തിയിട്ടുള്ളത്. ആ പാൻഡമിക് മൂലം രക്തക്കുഴലുകൾ പൊട്ടി ചോരക്കണ്ണായിരിക്കുന്ന ഡാനിയലെ പരിശോധിച്ചിറങ്ങി വരുന്ന ഡോക്ടർ അവർക്കിനി മണിക്കൂറുകൾ മാത്രമേ ആയുസുള്ളൂവെന്നും ശേഷിക്കുന്ന സമയം നരയിക്കാതിരിക്കാനെന്നും പറഞ്ഞ് വേദന സംഹാരി മാസ്കും ജെയ്സൺ നൽകി അകലം പാലിക്കണമെന്ന നിർദ്ദേശം നൽകി ഉടൻ തന്നെ അവിടെ നിന്ന് ദ്രുതഗതിയിൽ പോകുന്നു. ഡോക്ടർ സ്പ്രിംഗർ ഇവരുടെ ഒരു വേർഷനാണ് മുൻപ് ജയുടെ ലോകത്ത് വെച്ച് ജെയ്സനെ ചികിത്സിച്ചതായി നമ്മൾ കണ്ടതും. ആകെ വിഷമിച്ചുകൊണ്ട് ജെയ്സൺ എന്തായാലും അത് തൻ്റെ ഭാര്യയല്ല എന്ന് പറഞ്ഞ് കാണാൻ ആഗ്രഹിക്കുമ്പോൾ പോകരുതെന്ന് എതിർക്കുന്ന അമാൻ്റെയെ വകവയ്ക്കാതെ കയറി ചെല്ലുകയാണ് അകത്തേക്ക്. അവരെന്നെ കൊണ്ടുപോകില്ലല്ലേ? അതേ എന്ന രീതിയിൽ ആ വേദന സംഹാരി എടുത്ത് മുന്നിൽ വെച്ച് കൊടുക്കുമ്പോൾ എന്തിനാണെന്ന് ഡാനി തിരക്കുമ്പോൾ അതെല്ലാം അവസാനിപ്പിക്കാനാണെന്ന് ജെയ്സൺ. ഓക്കെ, പക്ഷേ ഞാൻ നിങ്ങളെ കാണാണ്ട് വല്ലാണ്ട് വിഷമിച്ചു. ഏങ്ങലടിച്ചുകൊണ്ട് കരയുന്ന ഡാനിയലെ ജെയ്സൺ സമാധാനിപ്പിക്കുകയാണ്. അവിടെയുള്ള വെള്ളച്ചാട്ടത്തിന് മുന്നിൽ നിൽക്കുന്ന ഫോട്ടോ കണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള ഓർമ്മകൾ പങ്കുവച്ച് ജെയ്സണുമായി നല്ലൊരു തരത്തിൽ റിലേറ്റ് ചെയ്യാവുന്ന ഒരു ലോകമാണ് അതെന്ന് ആ ഫോട്ടോ വഴി മനസ്സിലാക്കാം. ഒടുവിൽ ആ വേദന സംഹാരി എടുത്ത് നൽകിയ ശേഷം തിരികെ ബോക്സിനടുക്കിലേക്ക് യാത്രയാവുകയാണ് ഒന്നും മിണ്ടാതെ. വെയർഹൗസിലെത്തി ബോക്സ് തുറന്ന് അതിലേക്ക് കയറി ജെയ്സൺ പൊട്ടിക്കരയുന്നു. ആ കതക് തുറന്നപ്പോൾ നിന്റെ വിചാരം എന്തായിരുന്നു? ഞാൻ എഴുതിയത് എനിക്കെൻ്റെ കുടുംബത്തെ വേണമെന്ന് മാത്രമാണ്. എന്നാൽ നീ ആ കതക് തുറന്നപ്പോൾ നിന്റെ പേടി സ്വപ്നത്തെയും കൊണ്ട് കയറി. മുമ്പ് അമ്മയുടെ രോഗം ബാധിച്ചുള്ള മരണത്തെക്കുറിച്ച് പറഞ്ഞത് ഓർമ്മയില്ലേ? നിന്റെ ഉള്ളിലുള്ള ആ ചിന്തയാണ് അവിടെ താൻ കാരണമായത്. എന്തുകൊണ്ടാണ് പല ആളുകളും അവരുടെ കൺട്രോളിംഗ് മാതാക്കളെയും ശ്രദ്ധയില്ലാത്ത പിതാക്കളെയും വിവാഹം ചെയ്യുന്നതെന്നറിയുമോ? കാരണം അവരുടെ കുട്ടിക്കാലത്തെ വേദനയേറിയ അനുഭവങ്ങളിൽ നിന്നും മുക്തി നേടാൻ. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലെ തുടിപ്പുകൾ വരെ ഇതിൽ ഇൻവോൾവ്ഡാണ് ജെയ്സൺ. അങ്ങനെ ജെയ്സൺ സമയം പാഴാക്കാതെ അടുത്ത വാതിൽ തുറക്കുകയാണ്. സെയിം വെയർഹൗസ്. പുറത്തിറങ്ങി നോക്കുമ്പോൾ സാധാരണമായ സിറ്റി തന്നെയാണ്. സന്ധ്യാസമയം. ഇത് തന്നെ ആവണമെന്ന പ്രതീക്ഷയിൽ ജെയ്സൺ നടന്നു നീങ്ങുന്നു. വീട്ടിലെത്തി ജയ്യെ കണ്ടാൽ പിന്നെ എന്തെന്ന് അമാൻ്റയുടെ ചോദ്യത്തിന് ഉത്തരമില്ലാതെ ജയ് ഡാനിയോട് ക്ഷമ ചോദിക്കുകയാണ്. താൻ പറയാതെ ജോലി രാജിവെച്ചതേക്കുറിച്ചും കാർ മേടിച്ചതേക്കുറിച്ചും. എന്നിട്ട് തൻ്റെ ദീർഘകാലമായി അകന്നു നിന്ന് ഡാനിക്ക് അറിയാവുന്ന സുഹൃത്ത് ലേറ്റാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരുങ്ങിയിട്ടുള്ളതെന്നും മില്യൺ ഡീലിംഗ് ആണ് നടക്കുന്നതെന്നുമെല്ലാം പറയുമ്പോൾ ജെയ്സൺ വീട്ടിലേക്ക് കയറി വരികയാണ്.
ഒരു കത്തിയെടുത്ത് പതിയെ മുകളിലേക്ക് കയറി കതക് തുറക്കുന്നതും ഡാനിയല. ഒറ്റയ്ക്കാണ്. പേടിച്ച് പിന്നോട്ടായിരുന്നു. അപ്പോൾ അത് മറ്റൊരു ലോകമാണ്. ഉടൻ ചാർലിയെ വിളിച്ചുകൊണ്ട് തന്നെ പോലീസിനെ വിളിച്ച് തൻ്റെ എക്സ് ഹസ്ബൻഡ് ജയിൽ ചാടി കത്തിയുമായി വീട്ടിലെത്തിയെന്ന് പറഞ്ഞ് അത്യാവശ്യമായി വരാൻ ആവശ്യപ്പെടുമ്പോൾ ചാർലിയുടെ മറ്റൊരു വെർഷൻ അവിടെ എത്തിപ്പിടിച്ച് അടിക്കാനൊരുങ്ങുമെങ്കിലും ജെയ്സണുടൻ കുതറി മാറി ഞാൻ പോവുകയാണെന്നും എന്താണ് ഞാൻ ചെയ്തതെങ്കിലും ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞ് ഓടി പുറത്തേക്ക് ഇറങ്ങുമെങ്കിലും ഇതിനോടകം തന്നെ എത്തിയ പോലീസ് വാഹനത്താലും ആ ലോകത്തെ ജയിലിൽ കഴിയുന്ന ജെയ്സൺ താനെന്ന് പറഞ്ഞ് പിടിച്ചാലോ എന്ന വെപ്രാളത്തിൽ അത്യാവശ്യമായി ഈ ലോകത്ത് നമ്മളെ അറിയാവുന്ന ആരുടെയെങ്കിലും അടുക്കൽ എത്തണമെന്ന തീരുമാനത്തിൽ അമാൻഡ ഒരിടത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്, തൻ്റെ അമ്മയുടെ വീട്ടിലേക്ക്. എന്നാൽ അവിടെ ചെന്ന് അമ്മയെ വിളിച്ച് അമ്മ കണ്ടപാടെ പേടിച്ചു വിറച്ച് കുരിശൊക്കെ വരച്ച് ദൂരേക്ക് മാറി നിൽക്കുന്നു. ജെയ്സൺ അവിടെ വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ എടുത്ത് കാട്ടുമ്പോഴാണ് കാര്യം പിടികിട്ടുന്നത്. ആ ലോകത്തെ അമാൻഡ ഓൾറെഡി മരണപ്പെട്ടിരിക്കുന്നു. ചുരുക്കം പറഞ്ഞാൽ ഇരുവരും നിമിഷ നേരം കൊണ്ട് തങ്ങളുടെ മരണപ്പെട്ട വെർഷൻ്റെ ലോകത്താണ് എത്തിയിട്ടുള്ളത്. മുൻപ് മഹാമാരി ബാധിച്ച് ജെയ്സൺ മരിച്ച സ്ഥലത്ത്. മറ്റൊന്നിപ്പോൾ ഇതും. പേടിയുടൻ തന്നെ മാറി ഒരിക്കൽ കൂടി കാണാൻ സാധിച്ച ആശ്വാസത്തിൽ നിൽക്കുന്ന അമ്മയോട് താൻ നല്ലൊരു സ്ഥലത്ത് തന്നെയാണുള്ളതെന്നും പറഞ്ഞ് ഇരുവരും അമാൻഡയുടെ മരണപ്പെട്ട വെർഷൻ്റെ വണ്ടിയെടുത്ത് ബോക്സിനടുക്കലേക്ക് ഓടിച്ചു പോകുമ്പോൾ യഥാർത്ഥ വെലോസിറ്റിയിൽ പെട്ടെന്നൊരു വാർണിംഗ് അലർട്ട് വരികയാണ്. ബോക്സിൽ നിന്ന് ജയ് പുറത്തേക്ക് വരുന്നു. അവിടെ മുമ്പ് ശേഷിച്ചിരുന്ന 2 ബാഗുകളും എടുത്ത് തിരികെ നടക്കുമ്പോൾ അവിടെയുള്ള എംപ്ലോയി വന്ന് വിളിക്കുകയാണ്, ഇത് തങ്ങളുടെ യഥാർത്ഥ ജെയ്സൺ തന്നെയാണോ എന്ന് ചോദിച്ചുകൊണ്ട്. ഒരു നിമിഷം ഒന്ന് നിന്നിട്ട് എന്താ സംഭവിച്ചതെന്ന് തിരക്കുമ്പോൾ മറ്റൊരു ജെയ്സൺ എത്തിയതും ആ ജെയ്സൺ അമാൻഡയ്ക്കൊത്ത് ബോക്സിലേക്ക് കയറി പോയതും പിറകെ ലേറ്റണും പോയ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവർ അതിനുള്ളിൽ എങ്ങനെയെന്ന് ചോദിക്കുകയാണ്. അതൊരു നരകമാണ്. നേരെ തിരികെ ജെയ്സന്റെ ലോകത്തേക്ക് എത്തുമ്പോൾ അവിടെ തന്നെയുണ്ട് ലേറ്റ്. ഒറ്റയ്ക്ക് പോയോന്നും എത്ര ആംബിയോൾ കിട്ടിയെന്നും തിരക്കിയിട്ട് അതിൻ്റെ സന്തോഷത്തിൽ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ ശേഷം പിന്നെ എന്താ പരിപാടിയെന്ന് ലേറ്റ്. നീ നിൻ്റെ വഴിക്കാവും, അതല്ല നിൻ്റെ കാര്യം. ജയ് ഒന്ന് നിന്നിട്ട് ഞാൻ ഈ ബോക്സ് സീൽ ചെയ്യാൻ പോവുകയാണ്, വിഷമിക്കേണ്ട, ഈ ലോകത്തിലേത് മാത്രം.